ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നത് ക്ലാസ് 6 സോഷ്യൽ സയൻസിലെ 7th ചാപ്റ്റർ ആയിട്ടുള്ള ത്രൂ ദി കോണ്ടിനെൻറ്റ്സ് ആണ് കേട്ടോ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ മിക്ക വീഡിയോസും പാർട്ടായിട്ടാണ് ഉണ്ടാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സും പാർട്ട് 1, ഇന്ന് നമ്മൾ പാർട്ട് 1 ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 2 അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് എൻ്റെ പ്ലേലിസ്റ്റ് ആയിട്ടുള്ള ക്ലാസ് 6 സോഷ്യൽ സയൻസ് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം കേട്ടോ. മദർ ഈസ് ദ നെയിം ഓഫ് ദ റിവേർഡ് ഗോഡസ് ഓഫ് ദ ഫിഷർമെൻ അലോങ് ദ ഗോൺ കോസ്റ്റ് where centuries ago the Portuguese voyaged into the annals of the history of by dropping their anchor from the Indian Ocean together. We sailed past the Pacific, the Atlantic and the stories caps where the wave of history crashed between the wind and the wave, never letting each other feel lonely. We circumnavigated the sea, ടൈം ആൻഡ് ദി വേൾഡ്. അപ്പോൾ കമാൻഡർ അഭിലാഷ് ടോമി ആണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കമാൻഡർ അഭിലാഷ് ടോമി ഈസ് ഷെയറിങ് ദ എക്സ്പീരിയൻസ് ഓഫ് ട്രാവലിംഗ് അക്രോസ് ദ ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെൻറ്റ്സ് ഇൻ ഇസ് ട്രാവലോഗ് കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ. അപ്പോൾ അദ്ദേഹം ട്രാവൽ ചെയ്തത് എവിടേക്കൊക്കെ ഓഷ്യൻസും കോണ്ടിനെൻറ്റ്സ് വഴിയൊക്കെ ട്രാവൽ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഹി ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ആൻഡ് മലയാളി സെയിലർ ഹൂ വെൻറ്റ് അറൗണ്ട് ദ വേൾഡ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ് ഇൻ ദ സെയിൽ ബോട്ട് നെയ്മഡ് മാതേ ഓഫ് ദ ഇന്ത്യൻ നേവി. അപ്പോൾ അദ്ദേഹം അങ്ങനെ സഞ്ചരിച്ചിട്ടുള്ള ഫസ്റ്റ് ഇന്ത്യൻ മലയാളി സെയിലറാണ്. ഇൻ ഹിസ് ബുക്ക് ഹി ഡിസ്ക്രൈബ്സ് ഹൗ ലാൻഡ്സ് വിത്ത് യുണീക്ക് ഫീച്ചേഴ്സ് ആർ spread across and are interconnected on this vast earth and as he sailed from ocean to ocean. അപ്പോൾ ഈ ബുക്കിൽ അദ്ദേഹം ഇതുപോലെ ലാൻഡ്സിനെ പറ്റിയിട്ടൊക്കെ എഴുതിയിട്ടുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ഷാൾ വി ആൾസോ ടേക്ക് അപ്പ് എ ട്രിപ്പ് അറൗണ്ട് ദ വേൾഡ് ജസ്റ്റ് ലൈക്ക് കമാൻഡർ അഭിലാഷ് ടോമി ഡിഡ്. അപ്പോൾ ഇദ്ദേഹം ചെയ്ത പോലത്തെ ഒരു ട്രിപ്പ് നമുക്കും ചെയ്താലോ എന്നാണ് ചോദിക്കുന്നത്. കോണ്ടിനെൻറ്റ്സ് ആർ ലാർജ് ലാൻഡ് മാസസ് ദാറ്റ് ആർ സിറ്റുവേറ്റഡ് എമംഗ് ദ ഓഷ്യൻസ്. അപ്പോൾ കോണ്ടിനെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ലാർജ് ലാൻഡ് ആണല്ലേ, ഓഷ്യൻസിൻ്റെ ഇടയിൽ കിടക്കുന്നതാണ് നമ്മുടെ കോണ്ടിനെൻറ്റ്സ്. മോസ്റ്റ് ഓഫ് ദ കോണ്ടിനെൻറ്റ്സ് കംപ്രൈസ് മെനി കൺട്രീസ്. ഈച്ച് കോണ്ടിനെൻറ്റ്സ് ഹാസ് ഇറ്റ്സ് ഓൺ യൂണിക് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. അപ്പോൾ ഓരോ കോണ്ടിനെൻറ്റ്സിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഓരോ കോണ്ടിനെൻറ്റ്സിനെ പറ്റിയിട്ടൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. സോ നമ്മളൊരു ഗ്ലോബൽ ഒരു ഫിഗറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വരുന്ന കോണ്ടിനെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് വരിക? ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ മുകളിൽ ലെഫ്റ്റ് സൈഡാണ് കേട്ടോ കുട്ടികളെ ശ്രദ്ധിക്കുക. ലെഫ്റ്റ് സൈഡ് മുകളിൽ വരുന്നത് നോർത്ത് അമേരിക്കയാണ്. അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുള്ള ഒരു ആരോ മാർക്കാണ് നമ്മുടെ സൗത്ത് അമേരിക്ക എന്ന് പറയുന്നത്. കാരണം ലെഫ്റ്റ് സൈഡിൽ 2 ആരോ മാർക്കുള്ളൂ, റൈറ്റ് സൈഡിൽ 4 ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വലിയത് കേട്ടോ, ഫസ്റ്റ് വലിയ ആരോ മാർക്ക് കൊടുത്തതാണ് നമ്മുടെ യൂറോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. യൂറോപ്പ് എന്ന് പറയുന്നത് പിന്നെ വരുന്നതാണ് നമ്മുടെ ആഫ്രിക്ക, പിന്നെ വരുന്നതാണ് നമ്മുടെ ഏഷ്യ വരുന്നത് റൈറ്റ് സൈഡിൽ കേട്ടോ. റൈറ്റ് സൈഡിൽ മറ്റേ ചെറിയത് കൊടുത്തിട്ടില്ലേ? അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ യൂറോപ്പ്, വലിയ ആരോ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, വലിയ ആരോ. പിന്നെ അടിയിൽ കൊടുത്തിട്ടുള്ള വലിയ ആരോ ആണ്, ചെറിയ ആരോ അല്ല, വലിയ ആരോ ആണ് നമ്മുടെ എന്ത് വരുന്നത്? ആഫ്രിക്ക വരുന്നത്. പിന്നെ മുകളിൽ കൊടുത്തിട്ടുള്ള ചെറിയ ആരോ കേട്ടോ, അതായത് നമ്മുടെ യൂറോപ്പിൻ്റെ റൈറ്റ് സൈഡായിട്ട് വരുന്നതാണ് നമ്മുടെ ഏഷ്യ, ചെറിയ ആരോ ആണ് കേട്ടോ. പിന്നെ അടിയിൽ കൊടുത്തിട്ടുള്ള വീണ്ടും അടിയിലൊരു ചെറിയ ആരോ കൊടുത്തിട്ടുണ്ട്, ആ ചെറിയ ആരോ ആണ് നമ്മുടെ ഓസ്ട്രേലിയ വരുന്നത് കേട്ടോ. പിന്നെ ഏറ്റവും അടിയിൽ ഒരു വൈറ്റ് കളറിൽ കൊടുത്തിട്ടാണ് നമ്മുടെ അന്റാർട്ടിക്ക വരുന്നത് കേട്ടോ. സോ അതിനനുസരിച്ച് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാം. അടുത്തത് foremost in size ആണ്. യു നോ ദാറ്റ് ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ് ഓൺ എർത്ത്. എർത്തിലെ ലാർജസ്റ്റ് കോണ്ടിനെൻ്റ് ആണ് നമ്മുടെ ഏഷ്യ എന്ന് പറയുന്നത്. അവർ കൺട്രി ഇന്ത്യ ഈസ് എ പാർട്ട് ഓഫ് ഏഷ്യ. അപ്പോൾ ഏഷ്യയുടെ ഒരു ഭാഗമാണ് നമ്മുടെ കൺട്രി ആയിട്ടുള്ള ഇന്ത്യ. ഏഷ്യ കംപ്രൈസസ് ഓൾമോസ്റ്റ് 1/3 ഓഫ് ലാൻഡ് ഏരിയ ഓഫ് ദി എർത്ത്. അപ്പോൾ എർത്തിലെ 1/3 ഭാഗവും ഏഷ്യ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒബ്സർവ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ബോർഡേഴ്സ് ഓഫ് ഏഷ്യ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ.
അപ്പോൾ നമ്മൾ ഏഷ്യയുടെ ഇത് നോക്കുക, ഏഷ്യയുടെ കൊടുത്തിട്ടുള്ളത് റോസ് കളറിൽ കൊടുത്തിട്ടുള്ളതാണ് അല്ലേ ഏഷ്യ. അപ്പോൾ ഏഷ്യയുടെ ബോർഡർ ഏതൊക്കെയാണ് വരുന്നത്? ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് ഈസ്റ്റ് വരുന്നത് ഏതാണ്? പസഫിക്. ഫിഗറും കൂടി നോക്കുക കേട്ടോ. പസഫിക് ഓഷ്യൻ ആണ്. വെസ്റ്റിൽ എന്താണ് വരുന്നത്? യൂറോപ്പാണ്. ഏഷ്യയുടെ വെസ്റ്റ് പാർട്ട് വരുന്നത് യൂറോപ്പാണ് കേട്ടോ, യൂറോപ്പ് കോണ്ടിനെൻ്റ് ആണ്. മുകളിൽ സൗത്ത് ഭാഗത്ത് വരുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സൗത്ത് ഭാഗത്ത് വരിക മുകളിലല്ല താഴെയാണ് കേട്ടോ. സൗത്ത് എന്ന് പറയുമ്പോൾ താഴെ. സൗത്ത് ഭാഗത്ത് വരുന്നത് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക, ഇന്ത്യൻ ഓഷ്യൻ ആണ്. നോർത്ത് ഭാഗത്ത് വരുന്നത് ആർട്ടിക് ഓഷ്യൻ ആണ് കേട്ടോ, ആർട്ടിക് ഓഷ്യൻ. സ്പെല്ലിംഗ് ഒക്കെ ഫിഗറിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഓൺ വിച്ച് സൈഡ് ഓഫ് ഏഷ്യ ഈസ് എ ലാൻഡ് ബോർഡർ? ഏഷ്യയുടെ ഏത് സൈഡിലാണ് ലാൻഡ് ബോർഡർ ഉള്ളത്? ദ ഉറൽ മൗണ്ടെയിൻ റേഞ്ചസ് സിറ്റുവേറ്റഡ് ഓൺ ദ വെസ്റ്റ് സൈഡ് ഓഫ് ഏഷ്യ സെപ്പറേറ്റ്സ് യൂറോപ്പ് ആൻഡ് ഏഷ്യ. അതാണ് അതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. ഉറൽ മൗണ്ടെയിൻ റേഞ്ചസ് വെസ്റ്റേൺ സൈഡ് ഓഫ് ഏഷ്യയുടെ ഉറൽ മൗണ്ടെയിൻ റേഞ്ച് അവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഏഷ്യനെയും അതേപോലെ യൂറോപ്പിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ലെറ്റ് us get familiarized with some geographical features of Asia. അപ്പോൾ ഏഷ്യയുടെ കുറച്ച് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കാം. അതിൽ പറയുന്നതാണ് The Himalayan mountains were the highest peak in the world. Mount Everest is situated in Asia. അപ്പോൾ ഹിമാലയൻ മൗണ്ടെയിൻസിലെ ഹയസ്റ്റ് പീക്കായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഏഷ്യൻ കോണ്ടിനെൻ്റ് ആണ്. അപ്പോൾ ഏഷ്യൻ കോണ്ടിനെൻറ്റിൽ വരുന്ന വേറെ ഏതൊക്കെ മൗണ്ടെയിൻസ് ഉണ്ട്? അപ്പോൾ ഒരെണ്ണം നമ്മൾ പറഞ്ഞു ഹിമാലയാണ്. നെക്സ്റ്റ് നമുക്ക് കാരക്കോരം റേഞ്ച് പറയാം കേട്ടോ. KORAM റേഞ്ച് RANGE. അടുത്തത് ഹിന്ദുക്കുഷ് പറയാം, HINDUKUSH. ഓക്കെ. അപ്പോൾ നമുക്ക് ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് ഹിമാലയ ആൻഡ് അതർ മൗണ്ടെയിൻ യൂസിങ് ദ അറ്റ്ലസ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അറ്റ്ലസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹിമാലയാസും ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ മൗണ്ടെയിൻ റേഞ്ചസും ഒക്കെ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യണമെന്ന് അത് നോക്കി മനസ്സിലാക്കുക. ഇൻ അഡീഷൻ ടു മൗണ്ടെയിൻസ്, ഡെസേർട്ട്, പ്ലെയിൻസ് ആൻഡ് പ്ലാറ്റ്യൂസ് ആർ ആൾസോ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഏഷ്യ. അപ്പോൾ ഏഷ്യ എന്ന് പറഞ്ഞ ഭൂഖണ്ഡത്തിൽ നമ്മുടെ എന്ത് മാത്രമല്ല, മൗണ്ടെയിൻസ് മാത്രമല്ല ഉള്ളത്, അവിടെ മരുഭൂമികളുണ്ട്, പ്ലെയിൻസ് ഉണ്ട്, പ്ലാറ്റ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പറയാം കേട്ടോ. മെനി റിവേഴ്സ് ഫ്ലോ ത്രൂ ദിസ് കോണ്ടിനെൻറ്റ്. അപ്പോൾ ഈ കോണ്ടിനെൻറ്റിൽ കൂടെ ഇഷ്ടംപോലെ റിവേഴ്സ് ഒഴുകുന്നുണ്ട്. യാങ്ഡസ് ഈസ് ദ ലോങ്ങസ്റ്റ് റിവർ ഇൻ ഏഷ്യ. ഏഷ്യയിലെ ലോങ്ങസ്റ്റ് റിവർ ആണ് കേട്ടോ ആ പറഞ്ഞത്. അപ്പോൾ അടുത്തത് നമുക്ക് ഡിസേർട്ടിനെ പറ്റിയിട്ട് നോക്കാം. ഡിസേർട്ട് ആർ ദ റീജിയൻ വിത്ത് വെരി ലോ റെയിൻഫാൾ ആൻഡ് വാസ്റ്റ് എറിഡ് ലാൻഡ് ഏരിയാസ്. ഡിസേർട്ട് എന്ന് പറയുന്നത് മരുഭൂമിയാണ്, അവിടെ മഴ കുറവായിരിക്കും കേട്ടോ. ഡിസേർട്ട് ദാറ്റ് എക്സ്പീരിയൻസ് എക്സ്ട്രീം ഹീറ്റ് ആർ കോൾഡ് ഹോട്ട് ഡിസേർട്ട്സ്. അതായത് നല്ല ചൂട് അനുഭവിക്കുന്ന ഡിസേർട്ടിനെയാണ് നമ്മൾ ഹോട്ട് ഡിസേർട്ട് എന്ന് അറിയുന്നത്. ആൻഡ് ദോസ് വിത്ത് എക്സ്ട്രീം കോൾഡ് ആർ കോൾഡ് കോൾഡ് ഡിസേർട്ട്. നല്ല തണുപ്പ് കിട്ടുന്ന ഡിസേർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൾഡ് ഡിസേർട്ട് എന്ന് പറയുന്നത്. റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കോൾഡ് ഡിസേർട്ടും ഹോട്ട് ഡിസേർട്ടിൻ്റെയും ഫിഗേഴ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അടുത്ത് നമുക്ക് പറയാനുള്ളത് പ്ലെയിൻസ് ആണ് കേട്ടോ. ലാൻഡ് ഏരിയാസ് ദാറ്റ് ആർ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആർ കോൾഡ് പ്ലെയിൻസ്. അതായത് നമ്മുടെ ലാൻഡ് സാധാ ലാൻഡ് തന്നെ പക്ഷെ നല്ല പ്ലെയിൻ ആയിട്ടായിരിക്കും കിടക്കുക, നല്ല ഫ്ലാറ്റ് ആയിട്ടായിരിക്കും കിടക്കുക. അലൂവിയൽ പ്ലെയിൻസ് ആർ ഫോംഡ് ഫ്രം ദ സെഡിമെന്റ്സ് ഡെപ്പോസിറ്റഡ് ബൈ റിവേഴ്സ്. അപ്പോൾ ഈ അലൂവിയൽ പ്ലെയിൻസ് എങ്ങനെയാണ് ഫോം ചെയ്ത്? നമ്മൾ റിവറിൻ്റെ കരയിൽ നിന്ന് വരുന്ന ഈ സെഡിമെന്റ്സ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. ദീസ് ആർ ജനറലി ഫെർട്ടൈൽ. നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള ഏരിയ ആയിരിക്കും അത്. അവിടെ കൃഷിയൊക്കെ ചെയ്താൽ നല്ല വിളവെടുക്കാൻ പറ്റും. അടുത്തത് പ്ലാറ്റ്യൂസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരുമ്പോൾ നിങ്ങൾ ഫിഗറും കൂടി നോക്കുക കേട്ടോ. ലാൻഡ് ഏരിയാസ് ദാറ്റ് ആർ എലവേറ്റഡ് ഫ്രം സറൗണ്ടിങ് റീജിയൻസ് ആൻഡ് വിത്തിൻ കമ്പാരിറ്റീവ്ലി ഫ്ലാറ്റ് സർഫസ് ആർ കോൾഡ് പ്ലാറ്റ്യൂസ്. കുറച്ച് ഫ്ലാറ്റ് സർഫസും അതുപോലെ കുറച്ച് എലവേറ്റഡ് ആയിട്ടുള്ള ഒരു സർഫസ് ആണ് അല്ലേ. നമുക്ക് പ്ലാറ്റ്യൂസിൻ്റെ ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. അടുത്തത് ദ ഫോളോയിങ് ആർ ദ പിക്ചേഴ്സ് ഓഫ് സർട്ടൈൻ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഫൗണ്ട് ഇൻ ഏഷ്യ. അപ്പോൾ ഓരോ പിക്ചറും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പേരും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ലാൻഡ് ഫോം കാറ്റഗറി, അതായത് ഇപ്പം മരുഭൂമിയാണോ അല്ലെങ്കിൽ മലകളാണോ അല്ലെങ്കിൽ എന്താണ് പ്ലാറ്റ്യൂകളാണോ വാലി ആണോ അതാണെന്ന് എഴുതാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ കുറച്ചൊക്കെ അവിടെ തന്നിട്ടുണ്ട്, അടിയിലുള്ള സെറ്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഹിമാലയ ആണ്. ഹിമാലയ ഏത് റേഞ്ചിലാണ് വരിക? ഹിമാലയം വരുന്നത് എന്താണ്? മൗണ്ടെയിൻസ് ആണ് അല്ലേ. ഹിമാലയം വരുന്നത് മൗണ്ടെയിൻസ് ആണ്. അടുത്തത് മഞ്ചൂരിയൻ ആണ്. മഞ്ചൂരിയൻ എന്താണ് വരിക? പ്ലെയിൻ ആണ് വരിക കേട്ടോ. അടുത്തത് ദി താർ എന്താണ്?
ഡിസേർട്ട് ആണ് കേട്ടോ, ഡിസേർട്ട്, DESERT. അടുത്തത് ലഡാക്ക് കോൾഡ് ഡിസേർട്ട് ആണ്. സോ നമുക്ക് താർ എന്ന് പറയുന്നത് ഹോട്ട് ഡിസേർട്ട് എന്ന് കൊടുക്കാം കേട്ടോ. താർ എന്ന് പറയുന്നത് വെറും ഡിസേർട്ട് അല്ല, ഹോട്ട് ഡിസേർട്ട് ആയിട്ട് കൊടുക്കാം. അടുത്തത് യാങ്സി ആണ്, അത് വാലി ആണ്. അടുത്തത് ടെക്കാൻ ആണ്, അത് പ്ലാറ്റ്യൂ ആണ് കേട്ടോ. അത് ഓൾറെഡി തന്നിട്ടുണ്ട്. അടുത്തത് നമ്മൾ ക്ലൈമറ്റിനെ പറ്റിയാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. The climate of Asia is always diverse, just like its geography, as the northern part of Asia is lying close to the polar region. അപ്പോൾ ഏഷ്യയുടെ നോർത്തേൺ ഭാഗം, വടക്ക് ഭാഗം കൂടുതലായിട്ടും പോളാർ റീജിയനോട് അടുത്തായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ നല്ല തണുപ്പായിരിക്കും. It experience extreme cold. The eastern part experience moderate heat and cold because of its proximity to the oceans. ഇനി നമ്മുടെ ഈസ്റ്റേൺ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് ചൂടും കുറച്ച് തണുപ്പാണ് അനുഭവപ്പെടുക. സിൻസ് ദ സദേൺ റീജിയൻ ലൈസ് ക്ലോസ് ടു ദ ഇക്വേറ്റർ. സദേൺ ഭാഗം എവിടെയാണ്? ഇക്വേറ്ററിനോട് ക്ലോസ് ആണ്. അതുകൊണ്ട് അവിടെ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടാവും. ഇറ്റ് ഈസ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ആൻഡ് ഹാസ് ഹെവി റെയിൻഫാൾ. അതുകൊണ്ട് നല്ല ചൂടും നല്ല റെയിൻഫാളും ഒക്കെ കിട്ടും. ഇൻ ദിസ് എരിഡ് വെസ്റ്റേൺ റീജിയൻ ദ ടെമ്പറേച്ചർ ഈസ് ജനറലി ഹൈ. ടെമ്പറേച്ചർ എന്താവാറുണ്ട്? കൂടുതലാവാറുണ്ട്. അപ്പം നമുക്ക് എക്സ്ട്രീം കോൾഡ് അനുഭവപ്പെടുന്ന ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അത് എവിടെയാണ്? സൈബീരിയ അല്ലേ. അടുത്തത് അറേബ്യൻ ഡിസേർട്ടിലാണ് എക്സ്ട്രീം ഹീറ്റ് അനുഭവപ്പെടുന്നത്. അടുത്തത് മോസിർണത്തിലാണ് എന്തുണ്ടാവുന്നത്? ഹയസ്റ്റ് റെയിൻഫാൾ ഇൻ ദ വേൾഡ് അനുഭവപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ചോദിക്കാറുള്ള പോലെ നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ട് എക്സാമിന്, പിന്നെ ക്രിസ്മസ് എക്സാം വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാം ആ ഭാഗത്തുനിന്ന് കേട്ടോ. അടുത്തത് ഫ്ലോറ ആൻഡ് ഫൗന. ഫ്ലോറ ആൻഡ് ഫൗനയെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ അവിടെ കൊടുത്തിട്ടുള്ളത് റെഫ്ലേഷ്യ, നീലക്കുറിഞ്ഞി, സ്നോ ലിയോപ്പർഡ്, റെഡ് പാൻഡ ആണ് കേട്ടോ. സോ ഫ്ലോറ ആൻഡ് ഫൗന ഫൗണ്ട് ഇൻ ഏഷ്യയുടെ കേട്ടോ. അടുത്തത് ഹ്യൂമൻ ലൈഫാണ്. ഏഷ്യ ഈസ് ദ കോണ്ടിനെൻറ്റ് വിത്ത് ദ ഹയസ്റ്റ് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് നമ്മുടെ ഏഷ്യൻ കോണ്ടിനെൻറ്റിലാണ്. 60% ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ റിസൈഡ്സ് ഇൻ ഏഷ്യ. മോസ്റ്റ് ഓഫ് ദ ഏഷ്യൻസ് ഡിപ്പെൻഡ് ഓൺ അഗ്രികൾച്ചർ ഫോർ ലിവിങ്. അപ്പോൾ ഏഷ്യയിലുള്ള ആൾക്കാർ കൂടുതലായും ചെയ്യുന്നത് നമ്മുടെ കൃഷിയാണ്. ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് പാഡി ഇൻ ദ വേൾഡ്. ഏറ്റവും കൂടുതൽ പാഡി കൾട്ടിവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഏഷ്യയിലാണ് കേട്ടോ. ഇറ്റ് ഈസ് ദ മീറ്റിംഗ് പ്ലേസ് ഓഫ് വേരിയസ് കൾച്ചേഴ്സ്, ലാംഗ്വേജസ് ആൻഡ് റിലീജിയൻ. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? പല റിലീജിയൻസ് ഉണ്ട്, പല കൾച്ചേഴ്സ് പറയുന്നുണ്ട്, അതേപോലെ പല ലാംഗ്വേജസും ഉണ്ട്. ദീസ് ആർ ബസിൽ സിറ്റീസ് ലൈക്ക് ടോക്കിയോ ആൻഡ് മുംബൈ ആസ് വെൽ ആസ് വില്ലേജസ് വിത്ത് വെരി ലോ പോപ്പുലേഷൻ ഇൻ ഏഷ്യ. അടുത്തത് ക്രോസിംഗ് ദ സവന്ന, ദ സഹാറ ആൻഡ് ദ കോങ്കോ ബേസിൻ. ഹാവിൻ യു ഹേർഡ് ഓഫ് ഇക്വേറ്റർ, ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ? ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ, കാപ്രിക്കോൺ, അതുപോലെ ഇക്വേറ്ററിനെ പറ്റിയിട്ടൊക്കെ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഗ്ലോബ് ഫൈൻഡ് ദ കോണ്ടിനെൻറ്റ് ത്രൂ വിച്ച് ഓൾ ദീസ് ത്രീ പാസസ് ത്രൂ. അപ്പോൾ ഗ്ലോബിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഏതൊക്കെ കോണ്ടിനെൻസിൽ കൂടെ ഇത് പാസ് ചെയ്യുന്നു നോക്കാൻ. ദ കോണ്ടിനെൻറ്റ് ഹാസ് ഡൈവേഴ്സ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് റേഞ്ച് ഫ്രം എക്സ്പെൻസീവ് സവന്ന ഗ്രാസ്ലാൻഡ് ടു ഡെൻസ് റെയിൻ ഫോറസ്റ്റ്. അപ്പം നമുക്ക് ആഫ്രിക്കനെ പറ്റിയിട്ട് നോക്കാം. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ നാച്ചുറൽ ബോർഡേഴ്സ് ഓഫ് ആഫ്രിക്ക ഫ്രം മാപ്പ് 7.1. അപ്പോൾ ഏതൊക്കെയാണ് നാച്ചുറൽ ബോർഡേഴ്സ് ഓഫ് ആഫ്രിക്ക വരുന്നത്? അപ്പോൾ നാച്ചുറൽ ബോർഡേഴ്സ് ഓഫ് ആഫ്രിക്ക നമുക്ക് 7.1 യൂറോപ്പാണ്. നമ്മൾ ഫിഗർ 7.1 എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് അതിൻ്റെ ആൻസർ ഇവിടെ കൊടുക്കാം കേട്ടോ. നാച്ചുറൽ ബോർഡേഴ്സ് ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന്. Africa is the second largest continent. Observe the globe. This is a continent that is spread almost equally in northern and southern hemisphere. അപ്പോൾ ആഫ്രിക്ക എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെൻ്റ് ആണ് കേട്ടോ. സഹാറ ദ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ദ വേൾഡ് ആൻഡ് കോങ്കോ റിവർ ബേസിൻ കവേർഡ് വിത്ത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് കോണ്ടിനെൻറ്റ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആഫ്രിക്ക എന്ന കോണ്ടിനെൻ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം?
ലാർജസ്റ്റ് ഹോട്ട് ഡിസേർട്ട് ആയിട്ടുള്ള സഹാറ അവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ എന്താണ് അവിടെ ഉള്ളത്? കോങ്കോ റിവർ ബേസിൻ കേട്ടോ. ഐഡന്റിഫൈ ദ സഹാറ ആൻഡ് കോങ്കോ ബേസിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അറ്റ്ലസ്. അപ്പോൾ അറ്റ്ലസിൽ നിങ്ങൾ ഇത് രണ്ടും നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റിവർ നൈൽ വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് റിവർ ഇൻ ദ വേൾഡ് ഫ്ലോസ് ത്രൂ ദിസ് കോണ്ടിനെന്റ്. അപ്പോൾ ഈ കോണ്ടിനെന്റിൽ കൂടിയാണ് ഏറ്റവും ലാർജസ്റ്റ് റിവർ ആയിട്ടുള്ള നൈൽ ഒഴുകുന്നത്. ദ ഹയസ്റ്റ് മൗണ്ടെയിൻ ഇൻ ദിസ് കോണ്ടിനെന്റ് ഈസ് കിളിമഞ്ചാരോ. അപ്പോൾ ഏറ്റവും വലിയ റിവർ പറഞ്ഞു, ഹോട്ട് ഡിസേർട്ട് പറഞ്ഞു, മൗണ്ടെയിൻ ആണ് പറയാൻ പോകുന്നത് അടുത്തത് കിളിമഞ്ചാരോ. അപ്പോൾ ഐഡന്റിഫൈ ദ അതർ മൗണ്ടെയിൻസ് ഇൻ ആഫ്രിക്ക ഫ്രം ദി അറ്റ്ലസ്. അപ്പോൾ അറ്റ്ലസിൽ നോക്കിയിട്ട് വേറെ നമ്മളെ എന്താണ് ആഫ്രിക്കയിലുള്ള വേറെ മൗണ്ടെയിൻസ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒന്ന് അറ്റ്ലസ് മൗണ്ടെയിൻസ് പറയാം, അടുത്തത് ഡ്രാക്കൻസ്ബർഗ് മൗണ്ടെയിൻസ്. സ്പെല്ലിംഗ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. DRAKENSBERG മൗണ്ടെയിൻസ്. പിന്നെ അടുത്ത തേർഡ് വൺ എത്തിയോപ്യൻ ഹൈലാൻഡ്സ്. എത്തിയോപ്യൻ്റെ സ്പെല്ലിംഗ് ETHIOPIANHIGHLANDS കേട്ടോ. അടുത്തത് വിരുങ്ക മൗണ്ടെയിൻസ്, VIRUNGA. അടുത്തത് കിളിമഞ്ചാരോ ഓൾറെഡി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് സഹാറ ഡിസേർട്ടിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ദ സഹാറ ഈസ് ദ ലാർജസ്റ്റ് ഹോട്ട് ഡിസേർട്ട് ഇൻ ദ വേൾഡ്. വേൾഡിലെ ഏറ്റവും വലിയ ഹോട്ട് ഡിസേർട്ട് ആണ്. ദിസ് ഡിസേർട്ട് വിത്ത് വാസ്റ്റ് സാൻഡ് ഡ്യൂൺസ് ആൻഡ് റോക്കി പ്ലാറ്റ്യൂസ് ഈസ് ദ ഹാബിറ്റേറ്റ് ഓഫ് വേരിയസ് ഫ്ലോറ ആൻഡ് ഫൗന. പല ഫ്ലോറ ആൻഡ് ഫൗനയുടെ ഹാബിറ്റേറ്റ് ആണ് ഈ ഡിസേർട്ട് എന്ന് പറയുന്നത്. എത്നിക് ട്രൈബ്സ് ഹു അഡാപ്റ്റ് ടു അഡ്വേഴ്സ് കണ്ടീഷൻ ടു സർവൈവ് ആർ ആൾസോ എ ഫീച്ചർ ഓഫ് സഹാറ. ഒരുപാട് ട്രൈബ്സ് ഇവിടെ ഉണ്ട് അല്ലേ. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ് അടുത്ത് നമുക്ക് പറയാൻ പോകുന്നത്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആർ റിച്ച് ആൻഡ് ഡെൻസ് ഫോറസ്റ്റ് സീൻ ഇൻ ദ ഇക്വിറ്റോറിയൽ റീജിയൻ. അപ്പോൾ ഇതെവിടെയാണ് കാണുന്നത്? ഇക്വിറ്റോറിയൽ റീജിയനിലാണ് കാണുന്നത് കേട്ടോ. ദിസ് റീജിയൻ എക്സ്പീരിയൻസ് എക്സ്ട്രീം ഹീറ്റ് ആൻഡ് റിസീവ് ഹൈ റെയിൻഫാൾ ത്രൂ ഔട്ട് ദി ഇയർ. അപ്പോൾ ഒരു വർഷത്തിൽ നല്ല ചൂടും അനുഭവപ്പെടും, അതേപോലെ നല്ലപോലെ റെയിൻഫാളും കിട്ടുന്ന ഒരു ഏരിയയാണിത്. ദീസ് ഫോറസ്റ്റ് ആർ കോൾഡ് റെയിൻ ഫോറസ്റ്റ് ബിക്കോസ് ദേ ഗ്രോ ഇൻ റീജിയൻ വിത്ത് ഹെവി റെയിൻ. ഇതിനെ എന്താണ് റെയിൻ ഫോറസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇതെന്താ കാരണം? ഇവിടെ നല്ല പോലെ റെയിൻഫാൾ കിട്ടുന്നുണ്ട്. എ വൈഡർ വെറൈറ്റി ഓഫ് ഫ്ലോറ ആൻഡ് ഫൗന ക്യാൻ ബി സീൻ ഇൻ ദിസ് ഫോറസ്റ്റ് ദാൻ എനി അതർ ഹാബിറ്റേറ്റ് ഓൺ എർത്ത്. അപ്പം വെറൈറ്റി ആയിട്ടുള്ള ഫ്ലോറയും ഫൗനയും ഇവിടെ കാണപ്പെടുന്നുണ്ട്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ക്യാൻ ബി സീൻ ഇൻ ദ ആമസോൺ ഇൻ സൗത്ത് അമേരിക്ക, കോങ്കോ ഇൻ ആഫ്രിക്ക, മലേഷ്യ ഇൻ സൗത്ത് ഈസ്റ്റേൺ ഏഷ്യ ആൻഡ് ഇന്തോനേഷ്യ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടിയിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ബോക്സ് നമുക്ക് ഫില്ലാക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പം ലാർജസ്റ്റ് ഹോട്ട് ഡിസേർട്ട് ഏതാണ്? സഹാറ ഡിസേർട്ട്. സ്പെല്ലിംഗ് ഓൾറെഡി ടെക്സ്റ്റിലുണ്ട് കേട്ടോ. ഹയസ്റ്റ് മൗണ്ടെയിൻ വരുന്നത് മൗണ്ട് കിളിമഞ്ചാരോ, KILIMANJARO കേട്ടോ. അടുത്തത് ദ റിവർ ബേസിൻ വിത്ത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, കോങ്കോ റിവർ ബേസിൻ, CONGORIVERBASIN കേട്ടോ. അടുത്തത് വാസ്റ്റ് ഗ്രാസ്ലാൻഡ്സ് വരുന്നത് സവന്യാണ് കേട്ടോ. ആണ്. അടുത്ത നമ്മൾ ക്ലൈമറ്റിന് പറ്റിയിട്ടാണ് പറയുന്നത്. ആഫ്രിക്ക വിച്ച് ഈസ് ഓൾമോസ്റ്റ്ലി ഈക്വൽ സ്പ്രെഡ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ ഇക്വേറ്റർ ജനറലി എക്സ്പീരിയൻസ് ഹോട്ട് ക്ലൈമറ്റ് സ്റ്റിൽ അപ്പോൾ ആഫ്രിക്കയുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും എന്താണ്? ഹോട്ട് ക്ലൈമറ്റ് ആണ്. സ്റ്റിൽ റീജിയണൽ ഡിഫറൻസ് ആർ ആൾസോ ദർ. മോഡറേറ്റ് ക്ലൈമറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് അലോങ് ദ കോസ്റ്റൽ ഏരിയാസ് ആൻഡ് ഇൻ ദ റീജിയൻസ് ബിലോങ് ടു ദ ടെമ്പറേച്ചർ സോൺ. അടുത്തത് ഫ്ലോറ ആൻഡ് ഫൗനയെ പറ്റിയാണ് കേട്ടോ. ആഫ്രിക്കയിൽ കണ്ടുവരുന്നതാണ് ദ സവന്ന ഗ്രാസ്ലാൻഡ്. അപ്പോൾ നേരത്തെ നമ്മൾ ഗ്രാസ്ലാൻഡ് ഏതാണെന്ന് ചോദിച്ചതായിരുന്നു കേട്ടോ, സവന്ന. അപ്പോൾ നമ്മൾ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിന് ശേഷമാണ് അതിൻ്റെ ആൻസർ. ഞാൻ ഓൾറെഡി ആൻസർ മുന്നേ പറഞ്ഞു, സവന്ന കേട്ടോ. സ്പെല്ലിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ സവന്ന ഗ്രാസ്ലാൻഡ് ആൻഡ് ദ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഇൻ ആഫ്രിക്ക ആർ റിച്ച് ഇൻ ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫൗന. അപ്പോൾ ഈ സവന്ന ഗ്രാസ്ലാൻഡിൽ എന്തുണ്ട്? ഫ്ലോറയും ഫൗനയും കാണപ്പെടുന്നുണ്ട്. ദ സീസണൽ മൈഗ്രേഷൻ ഓഫ് എനിമൽ ഇൻ സെറീഗ്നിറ്റി ഈസ് എ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആഫ്രിക്ക. അപ്പോൾ ഓരോ സീസൺ അനുസരിച്ച് ഇവിടെ പല എനിമൽസും വരും. ഏതൊക്കെയാണ്? ബവോബ ട്രീ, ബ്ലാക്ക് റൈനോസേഴ്സ് കൊടുത്തിട്ടുണ്ട് അവിടെ ഫിഗറിൽ, ആഫ്രിക്കൻ വൈൽഡ് ഡോഗ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് സീസണൽ മൈഗ്രേഷൻ ഓഫ് സെറീഗ്നിറ്റി.
Serengeti. Okay, അപ്പോൾ നമുക്ക് നോക്കാം. The seasonal migration in Africa is an example of the phenomenon of long journey undertaken by animals and birds as per the climate variation and availability of food. അപ്പോൾ ചില ക്ലൈമറ്റിൽ ചില ആനിമൽസിനായിക്കോട്ടെ ബേർഡ്സിനായിക്കോട്ടെ അവിടെ നിന്ന് പോരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവിടെ നിന്ന് വേറെ അവർക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോകും, അല്ലെങ്കിൽ അവർക്ക് ഇവിടെ ഫുഡ് കിട്ടാണ്ടാകുമ്പോൾ ഫുഡ് കിട്ടുന്ന ഏരിയയിലേക്ക് പോകും. ഇതൊക്കെ ആനിമൽസിൻ്റെ ഇടയിൽ നോർമലായി നടക്കുന്ന കാര്യങ്ങളാണ്. The migration of millions of zebras and gazellas in Serengeti between Tanzania and Kenya in search of new pastures is a unique phenomenon. അപ്പോൾ ആരൊക്കെയാണ് അവിടെ മൈഗ്രേറ്റ് ചെയ്യുന്നതെന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. This migration prove that the equilibrium of the habitat throughout Africa is crucial for the sustenance of living beings. അപ്പോൾ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്താലാണ് അവർക്ക് അവിടെ ജീവിച്ച് പോരാൻ പറ്റുള്ളൂ. അടുത്തത് ഹ്യൂമൻ ലൈഫാണ് കേട്ടോ. ദ മെജോറിറ്റി ഓഫ് പീപ്പിൾ ഇൻ ആഫ്രിക്ക ലീവ് ഇൻ വില്ലേജസ് ആൻഡ് എൻഗേജ് ഇൻ അഗ്രികൾച്ചർ. അപ്പോൾ ആഫ്രിക്കയിലുള്ള മെജോറിറ്റി ഉള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത്? അഗ്രികൾച്ചറാണ് ചെയ്യുന്നത്. അതുപോലെ അവർ വില്ലേജസിലാണ് താമസിക്കുന്നത്. ആഫ്രിക്ക ഈസ് എ ലാൻഡ് റിച്ച് ഇൻ കൾച്ചേഴ്സ്, ലാംഗ്വേജസ് ആൻഡ് ഹിസ്റ്ററി. അപ്പോൾ അവർക്ക് ഒരുപാട് കൾച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ പറയാനുണ്ട്, ലാംഗ്വേജസ് ഉണ്ട്, അതുപോലെ തന്നെ ഹിസ്റ്ററിയും ഉണ്ട്. ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വിച്ച് വാസ് വൺ ഓഫ് ദ ആൻഷ്യൻ സിവിലൈസേഷൻ ഒറിജിനേറ്റഡ് ഇൻ ആഫ്രിക്ക. അപ്പോൾ നമ്മൾ ഈജിപ്റ്റ് സിവിലൈസേഷനെ പറ്റി കേട്ടിട്ടുണ്ട്. അത് എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്? ആഫ്രിക്കയിലാണ് കേട്ടോ. ഈജിപ്റ്റ് പിരമിഡ് എക്സിസ്റ്റ് ആസ് ആൻ എവിഡൻസ് ഓഫ് ആൻഷ്യൻ ആർക്കിടെക്ചറൽ എക്സ്പെർട്ടൈസ്. അപ്പോൾ നമ്മൾ ഈജിപ്റ്റ് പിരമിഡിനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. അടുത്തത് ഫ്രം ദ റോക്കീസ് ടു ദ അപ്പാലാഞ്ചിയസ്. ഓക്കെ, അപ്പോൾ ഒബ്സർവ് ദ ഗ്ലോബ് ആൻഡ് ഫൈൻഡ് ദ കോണ്ടിനെൻറ്റ് ദാറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ദ പസഫിക് ആൻഡ് അറ്റ്ലാന്റിക് ആൻഡ് ആർട്ടിക് ഓഷ്യൻ. അപ്പോൾ നോർത്ത് അമേരിക്ക ഈസ് എ കോണ്ടിനെൻറ്റ് ദാറ്റ് ഹാസ് സം ഓഫ് ദ ഡെവലപ്മെൻറ്റ് കൺട്രീസ് ആൻഡ് ബിഗ് സിറ്റീസ് ഇൻ ദ വേൾഡ്. അപ്പോൾ നോർത്ത് അമേരിക്കയിലാണ് നമ്മളെ വലിയ ബിഗ് സിറ്റീസും അതുപോലെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസും ഒക്കെ ഉള്ളത്. ജോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർത്ത് അമേരിക്ക plays an important great role in the development of its countries. Find the natural borders of North America. അപ്പോൾ നോർത്ത് അമേരിക്കയുടെ നാച്ചുറൽ ബോർഡേഴ്സ്, നാച്ചുറൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ ആൻസർ വരുന്നത് ഫസ്റ്റ് വൺ ആർട്ടിക് ഓഷ്യൻ ആണ്. ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതി വെച്ചോളൂ. നോർത്ത് സൈഡിൽ, നോർത്ത് ഭാഗത്താണ് കേട്ടോ. അടുത്തത് അറ്റ്ലാന്റിക് ഓഷ്യൻ ഈസ്റ്റ്, പസഫിക് ഓഷ്യൻ വെസ്റ്റ്, പിന്നെ കരീബിയൻ സീ CARIBBEAN and Isthmus of Panama ISTHMUS of PANAMA. അത് ഹൈഫൻ ഇട്ടിട്ട് സൗത്ത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ബോർഡേഴ്സ് വരുന്നത്. അപ്പാലാഞ്ചിയൻ ആൻഡ് റോക്കി മൗണ്ടെയിൻസ് ആർ ടു മേജർ മൗണ്ടെയിൻ റേഞ്ചസ് സിറ്റുവേറ്റഡ് ഇൻ നോർത്ത് അമേരിക്ക. അപ്പോൾ നോർത്ത് അമേരിക്കയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള മൗണ്ടെയിൻ റേഞ്ചസ് ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദീസ് മൗണ്ടെയിൻ റേഞ്ചസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ അറ്റ്ലസ്. അപ്പോൾ ഒരു അറ്റ്ലസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഇതിൻ്റെ മൗണ്ടെയിൻ റേഞ്ചസ് നിങ്ങളോട് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഫെർട്ടൈൽ പ്ലെയിൻസ് ഇൻ ദിസ് കോണ്ടിനെൻറ്റ് ആർ നോൺ ആസ് ഗ്രേറ്റ് പ്ലെയിൻസ്. അപ്പോൾ ഇവിടെയുള്ള ഫെർട്ടൈൽ പ്ലെയിൻസിനെയാണ് നമ്മൾ ഗ്രേറ്റ് പ്ലെയിൻസ് എന്ന് അറിയപ്പെടുന്നത്. ദ പ്രയോറിറ്റീസ് ആർ ദ വാസ്റ്റ് ഗ്രാസ്ലാൻഡ്സ് ഓഫ് നോർത്ത് അമേരിക്ക. സെവറൽ റിവേഴ്സ് ഇൻക്ലൂഡിംഗ് ദ മിസോറി ആൻഡ് ദ മിസിസിപ്പി ആർ in North America. 5 freshwater lakes which are known as 5 Great Lakes are also there in this continent. The Grand Canyon, which is a huge valley situated in Arizona in North America, is a wonder of the nature. അപ്പോൾ ഗ്രാൻഡ് കാനിയോൺ ആയിട്ടുള്ള ഹ്യൂജ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് അല്ലേ. അതെവിടെയാണ്? നോർത്ത് അമേരിക്കയിലെ അരിസോണയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അത് നമ്മളിപ്പോൾ ഈ പറയുന്നത് അവിടുത്തെ ഒരു ജോഗ്രഫി അല്ലെങ്കിൽ അവിടുത്തെ ഏരിയയുടെ ബ്യൂട്ടി എന്തൊക്കെയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. സോ നമ്മൾ ദ ഗ്രാൻഡ് കാനിയോണിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The Grand Canyon is a huge valley which is about 446 km long up to 29 km wide and more than 1500 meter deep. അപ്പോൾ അത് എത്രയാണ്? അതിൻ്റെ ലോങ് എത്രയാണ് ലെങ്ത് എന്നും അതിൻ്റെ വിഡ്ത്ത് എന്നും അതേപോലെ അതിൻ്റെ എന്താണ് ഡീപ്പും എത്രയാണെന്നാണ് മെഷർമെൻ്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദിസ് ഹ്യൂജ് വാല്യൂ വാസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ആക്ഷൻ ഓഫ് റിവർ കൊളറാഡോ ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. അപ്പോൾ എന്താണ് അതെങ്ങനെയാണ് ഫോം ചെയ്തതെന്നാണ് പറയുന്നത്.
ദിസ് ഈസ് എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഗ്രാൻഡ് കാനിയോണിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കാം, നമുക്ക് വൺ വേർഡ് പ്രതീക്ഷിക്കാം. അടുത്തത് ക്ലൈമറ്റ് ആണ്. ദ നോർത്തേൺ റീജിയൻ ഓഫ് ദ കോണ്ടിനെന്റ് എക്സ്പീരിയൻസ് എക്സ്ട്രീം കോൾഡ് ആസ് ഇറ്റ് ഈസ് ലൈയിങ് ക്ലോസ് ടു ദ പോളാർ റീജിയൻ. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നോർത്തേൺ കോണ്ടിനെന്റിൽ കൂടുതലായിട്ടും തണുപ്പാണുള്ളത്. ദ ടെമ്പറേച്ചർ റിലേറ്റീവ്ലി ഇൻക്രീസസ് വൈൽ മൂവിങ് ഫ്രം നോർത്ത് ടു ദി സൗത്ത്. അപ്പോൾ നോർത്തിൽ നിന്ന് നമ്മൾ സൗത്തിലേക്ക് പോരുമ്പോൾ ടെമ്പറേച്ചറിന് എന്ത് സംഭവിക്കും? അത് കൂടി വരും കേട്ടോ. ഫ്ലോറ ആൻഡ് ഫൗനയാണ് നമ്മൾ നോർത്ത് അമേരിക്കയുടെ കേസാണ് കേട്ടോ. നോർത്ത് അമേരിക്ക ഈസ് എ ഹാബിറ്റേറ്റ് ഓഫ് ഗ്രേറ്റ് വെറൈറ്റി ഓഫ് ഫ്ലോറ ആൻഡ് ഫൗന. അപ്പോൾ ഇവിടെ പല വെറൈറ്റീസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫൗന ഫൗണ്ട് ഔട്ട് ചെയ്യാൻ പറ്റും. ദ സിക്യോ ഫോറസ്റ്റ് ഇൻ ദ വെസ്റ്റ് ആൻഡ് ഗ്രാസ് ലാൻഡ് ഇൻ ദ ഗ്രേറ്റ് പ്ലെയിൻസ് ആർ എക്സാമ്പിൾ ഫോർ ദിസ്. അപ്പോൾ അതിന് എക്സാമ്പിൾ ഏതാണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ കാലിഫോർണിയ പോപ്പി, അതേപോലെ സർഗൂറ കാക്ടസ്, മൂസ്, ഇതൊക്കെയാണ് അവിടുത്തെ ഫ്ലോറ ആൻഡ് ഫൗനയായിട്ട് വരുന്നത്. അടുത്ത നമുക്ക് ഹ്യൂമൻ ലൈഫിനെ പറ്റി നോക്കാം. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA ആൻഡ് കാനഡ ആർ റിനോഡ് ഫോർ ദെയർ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. ലാർജ് മെട്രോപൊളിറ്റൻ സിറ്റീസ് ഓഫ് ദ വേൾഡ് സച്ച് ആസ് ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ് ആൻഡ് മെക്സിക്കോ ആർ സിറ്റുവേറ്റഡ് ഇൻ നോർത്ത് അമേരിക്ക. അപ്പോൾ നോർത്ത് അമേരിക്കയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ലാർജ് സിറ്റീസ് ആണ് പറയുന്നത് കേട്ടോ. ഫേവറബിൾ ക്ലൈമറ്റ് ആൻഡ് ഫെർട്ടൈൽ സോയിൽ ആൻഡ് റിച്ച് ദ അഗ്രികൾച്ചർ സെക്ടർ ദസ് Inuits who live in snowy area is another feature of this continent. Eskimos കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ഈ നോർത്ത് അമേരിക്കയുടെ ഫുൾ ഫീച്ചേഴ്സ് അല്ലേ. അപ്പോൾ ഒരു ടൂറിസ്റ്റായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇമാജിൻ യുവർ സെൽഫ് ആസ് എ ടൂറിസ്റ്റ് ഹെഡ് ഹു പ്രൊവൈഡഡ് നെസസറി ഇൻഫർമേഷൻ ടു ദ ടൂറിസ്റ്റേഴ്സ് ഹു വിസിറ്റ് നോർത്ത് അമേരിക്ക ആൻഡ് പ്രിപ്പയർ എ ഡിസ്ക്രിപ്ഷൻ ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് കോണ്ടിനെൻറ്റ്. അപ്പോൾ നിങ്ങളൊരു ടൂറിസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ മോഡൽ എഴുതാനാണ് പറഞ്ഞത്. അതായത് നോർത്ത് അമേരിക്കനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ നോർത്ത് അമേരിക്കനെ പറ്റി പഠിച്ചു, അവിടുത്തെ ഫീച്ചേഴ്സ്, അവിടെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന, അതുപോലെ ഒരുപാട് നല്ല സിറ്റീസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇതാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാം. അപ്പോൾ ഞാനൊരു മോഡൽ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതണമെങ്കിൽ അത് എഴുതാം. ഞാനിതൊരു ചെറിയ മോഡലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇതും എഴുതാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ഭാഗം തൊട്ട് നമ്മൾ അടുത്ത പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, പലരും ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാറുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഓരോ എക്സാം ബേസ് ചെയ്തിട്ട് നമ്മൾ ചാനലിൽ വീഡിയോ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഓണം എക്സാമിന് ബേസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ചാപ്റ്ററും എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ പഠിക്കണം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് വരുന്നത് നമ്മൾ ക്രിസ്മസ് എക്സാമാണ്. അപ്പോൾ ക്രിസ്മസ് എക്സാം ആകുമ്പോഴത്തേനും ഞാൻ എന്തായാലും എൻ്റെ ചാനലിൽ ഓരോ ചാപ്റ്റർ സെപ്പറേറ്റ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ട് ഏതൊക്കെ ഈ പാഠത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഏതാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ചിലപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് വിട്ടു പോയിട്ടുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ചേട്ടന്മാരോ ചേച്ചിമാരോ ആർക്കെങ്കിലും USSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ LSSന് വേണ്ടിയിട്ട് നിങ്ങളുടെ അനിയന്മാരാരെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അനിയന്മാരോ അനിയത്തിമാരോ നമ്മുടെ ചാനലിൽ LSSൻ്റെ ക്ലാസ്സസും USSൻ്റെ ക്ലാസ്സസും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവരോടും കൂടി പറയാം നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.